കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹമൊക്കെ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ബൈബിളൊക്കെ ഒന്ന് ഇങ്ങനെ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശിഷ്യന്മാരൊക്കെ ഈശോയുടെ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും വെറുതെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ അവരുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിനെ പറയാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. എല്ലാവരും ശരിക്കും ബൈബിളിൽ കർത്താവിനെ അറിഞ്ഞവർ, ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞവർക്കൊന്നും വെറുതെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ കർത്താവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ശരിക്കും നമ്മളിലും കർത്താവിൻ്റെ സ്നേഹം പൂർണ്ണതയിൽ നിറഞ്ഞിട്ടുണ്ടോ എന്നതിൻ്റെ അടയാളം ഇത് തന്നെയല്ലേ? നമ്മളും ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോയെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ ചങ്കിലോട്ടും ഇങ്ങനെ കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമുക്കൊന്ന് പരിശോധിക്കാം, ശരിക്കും ഞാൻ കർത്താവിനെ വിളമ്പുന്നവരാണോ? നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചെറിയ സംസാരത്തിൽ, പ്രവൃത്തിയിലൊക്കെ കർത്താവിനെ കൊടുക്കാൻ, കർത്താവ് മാത്രമാണ് ഏക രക്ഷകനെന്നും ഈശോയിലൂടെ അല്ലാതെ രക്ഷയില്ലെന്നും ഈശോ നമ്മുടെ കൂടെ നടക്കുമെന്നും ഈശോ എന്നൊരു ദൈവമുണ്ടെന്നും ഒക്കെ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മളായിരിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പറയാനായിട്ട് ഒരു മുൻകൈ എടുക്കുന്നുണ്ടോ? അല്ല, ശ്രമിക്കുന്നുണ്ടോ എന്നതിനേക്കാൾ ഉപരി നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവിനൊന്ന് പരിചയപ്പെടുത്താൻ? അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിലും എന്തൊക്കെയോ കുറവില്ലേ? അത് നമുക്ക് പരിശോധിച്ചാലോ? അവനെ കൂടുതൽ സ്നേഹിക്കാൻ, അവനെ വിളമ്പാൻ, അവനെ കൊടുക്കാൻ ഒക്കെ ഒന്ന് ശ്രമിച്ചാലോ? ആഗ്രഹിച്ചാലോ? പ്രാർത്ഥിച്ചാലോ?